What's up, guys? Welcome to the new video of our day in my life. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് വരാപ്പുഴ മീൻ മേടിച്ചിട്ടുണ്ട്. മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന പൂക്കളിടുന്നു. ചെതമ്പൽ കൊണ്ട് പൂക്കളം. അടുക്കളയിൽ ഇരുന്ന് പുറത്തിറങ്ങാൻ പേടിയായതുകൊണ്ട് രാത്രി 7 മണി കഴിഞ്ഞാൽ പേടിയാണോ പുറത്തിറങ്ങാൻ? സോ അതുകൊണ്ട് അടുക്കളയിൽ ഇരുന്ന് തന്നെ മൊത്തം അലമ്പാക്കുന്ന നന്ദന. ആദ്യം ഇവിടെ നിക്കണായിരുന്നു, ഇനി ഇവിടെ ഇരിക്കും. ഇവിടെ നിക്കണായിരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് നമ്മുടെ റൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബെഡ് ഇവിടെ കൊണ്ടിടും. അത് കഴിഞ്ഞ് കിടക്കും. അത് കഴിഞ്ഞ് ഇവിടെ നേരെ കാറിൽ കൊണ്ടുപോകും. കാറിലിരുന്ന് ചെയ്യും. അങ്ങനെയല്ല, രാവിലെ നമ്മള് വരാപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചധികം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ക്ലീൻ ചെയ്യാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ക്ലീൻ ചെയ്യാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല. പക്ഷെ രാവിലെ മേടിച്ചിട്ട് വന്നിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. എന്താ രാവിലെ സമയം ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോകണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അവളിവിടെ ലൈറ്റ് ഇടാൻ പറയുകയാണ്. ഈ ലൈറ്റ് ഇത്രയും വലിയ ഇവിടെ ലൈറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഈ ലൈറ്റ് ഇടണം. കണ്ണു പിടിക്കണ്ടേ? ഇവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഫാൻ ഇടുന്നില്ല. കണ്ടോ, ഇപ്പൊ നല്ല വെട്ടം വേണം. നമ്മൾ ഈ ആവശ്യപ്രകാരം ഇനി അടുത്ത മീൻ വെട്ടലിന് പന്തലിൽ ലൈറ്റ് ഒരെണ്ണം മേടിക്കുന്നത്. ഇല്ല, ആക്ച്വലി നമ്മൾ കുറെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ക്രാബിന്റെ ഷെല്ല്. ക്രാബ് നന്നാക്കി. പിന്നെ ഇതെന്താ, കിളിമീൻ. കുറച്ച് കിളിമീൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കിളിമീൻ. തൂക്കുമല്ലോ. പിന്നെ ഇത് നോക്ക്, തൂക്കിയല്ലോ, തൂക്കും, തൂത്തള്. പിന്നെ ഇത് നമ്മ കുറച്ച് കേര, നല്ല അലുവ കഷ്ണം പോലത്തെ കേര. അപ്പൊ നമ്മ അത് കഴിഞ്ഞിട്ട് നമ്മ ചെയ്തതാണ്. കണ്ടോ ഞണ്ട്. ക്രാബൊക്കെ ഓൾറെഡി നന്നാക്കി വെച്ചു. ഇത് എന്നെ കാണിക്കുന്നത്. ക്രാബ് അടുത്ത് കാണിച്ചു കൊടുത്താ. ക്രാബ് ഓൾറെഡി ജീവിച്ചിരിക്കണ അതിലിട്ട് അവരൊക്കെ ഇപ്പൊ നമ്മ ഇനി വരും. കണ്ടോ പുട്ടിനോ ഫ്രിഡ്ജ്. വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ്. കണ്ടോ അയില മരിച്ചിടക്കണേ. അയിലല്ല, നെയ്മീൻ. നെക്സ്റ്റ് നെയ്മീൻ 2 ദിവസം കഴിഞ്ഞ് ജീവിക്കും. ഇല്ല ഇപ്പൊ തന്നെ ദിവസം നെയ്മീനും ഉയർത്തേനേക്കും. രാത്രി ചോറിനുമ്പോ ഇതെല്ലാം തീർക്കും. അതെ, അവള് ഒറ്റയ്ക്ക് തീർക്കും, ഞാൻ കഴിക്കൂല. ഞാൻ ചോറിനുള്ള. ഇനി അടുത്തതാണ് 1 ടാസ്ക്, പള്ളത്തി. അതൊക്കെ ലാസ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്തത്. ഇത് ശരിക്കും പരിപാടി എന്ന് വെച്ചാ ഇവളുടെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. മൈ ഡാഡ്സ് ബർത്ത്ഡേ. ഡേറ്റ് എന്നാ? 16/1 ആണ് ബർത്ത്ഡേ. 16 ഞായറാഴ്ച ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ മീൻ കൊണ്ട് അഭിഷേകം, മീനൂട്ട് അച്ഛന്. ഇതല്ല, ഇതിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട മീനൊന്നും ഞാൻ കൊണ്ടുപോകില്ല. അതാണ് വേറെ കാര്യം. ഈ മീൻ ഇത്രയൊന്നും അവിടെ എത്തൂല. ഇല്ല, എനിക്ക് ഈ വക മീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അച്ഛന്റെ ബർത്ത്ഡേ കൊണ്ട് കൊടുക്കൂല. ഇല്ല, ഞാൻ ഓൾറെഡി കേര കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞണ്ടും കറി വെച്ച് കൊണ്ടുപോണ്ട്. അത് മതി. ഡാഡി എത്ര സീനാക്കും. ഇനി നമ്മള് സ്ക്വിഡ് നന്നാക്കാൻ പോകണം. സ്ക്വിഡ് ആദ്യം കുറച്ച് ടഫായിരുന്നു. ഇപ്പം ഇപ്പൊ ആദ്യം കുറച്ച് പാടായിരിക്കും, പിന്നെ അത് ശീലമാവും. ഞാൻ ഈ വക സാധനങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇവിടെ വന്നേ പിന്നെയാണ് എല്ലാ സാധനങ്ങളും എല്ലാം വഴിപിഴച്ചു പോയ ജീവിതം. ആലുവയിലേക്ക് വന്നപ്പോൾ കൊച്ചു പിഴച്ചു. അങ്ങനെയാണ് പൊതുവെ ഒരു വെപ്പ് നമുക്കിട്ട് രണ്ടും കൂടി നമുക്ക് അല്ലേ. ഇതൊന്നും നന്നാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ അമ്മയെ പഠിപ്പിച്ചത്. അമ്മ പറഞ്ഞു. അല്ല, അമ്മ ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ പോയി നോക്കി വെക്കും. പണിയെടുക്കൽ ശീലം നമുക്ക് പണ്ടേ ഇല്ല. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഈ കളറുള്ള സാധനങ്ങളൊക്കെ പറിച്ചളയണം. അപ്പം ആദ്യം കുറച്ച് പാടായിരുന്നു, പിന്നെ ശീലമായി. പിന്നെ വേറെ വഴിയില്ലല്ലോ. അത് നേരത്തെ വീട്ടിലായിരുന്നപ്പോൾ ഇത് കറി വെച്ച് മുന്നിൽ തരുമായിരുന്നു.
കറി വെക്കുമ്പോൾ കാണിച്ചു തരാം. ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഓക്കെ, നമ്മളെല്ലാ വേസ്റ്റും കൂടി ഒരുമിച്ചാണ് കളയാൻ പോകുന്നത്. 10 പാത്രത്തിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഒരുമിച്ചാണ് ഉണ്ടാക്കണം. പിന്നെ ഒരു പാത്രത്തിലാക്കിയാൽ മതി. ഈ വ്ളോഗ് കണ്ടിട്ട് ആരും എന്നെ തല്ലാൻ വരരുത് കേട്ടോ. ഏത് മൂഡ്? പൊളി മൂഡ്. കുട്ടി വ്ളോഗ്, മീൻ നന്നാക്കൽ വ്ളോഗ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിടാം. ഇനി ഇത് കഴുകുമ്പോൾ കുറേ പൊക്കോളും. അതെ, അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ മേടിച്ച മീൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. സ്ക്വിഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സൈസുള്ളൊരു സ്ക്വിഡ് ആയിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുണ്ട്, കണ്ടോ, സ്ക്വിഡ് ഉണ്ടായിരുന്നു. പിന്നെ അതേ നല്ല കിളിമീൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേണ്ടേ ഇതായിരുന്നു ഏറ്റവും ടാസ്ക്കുള്ള പണി, പള്ളത്തി നന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതേണ്ടേ നമ്മൾ കുറച്ച് കേര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത്രയും മീൻ നമ്മൾ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നിപ്പം ഈ കേര ഇപ്പം ഞാൻ കറി വെക്കും. കാരണം ഇപ്പം കറി വെച്ചാലേ നാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇതും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഞണ്ടുണ്ട്, ഞണ്ട് ഞാൻ വേവിച്ചിട്ട് കറിയാക്കും. കാരണം നാളെ അത് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഞണ്ടും ഈ മീൻകറി ഞാൻ കൊണ്ടുപോകണേ. ഇതിൻ്റെ മീൻകറിയും ഞണ്ടും കൊണ്ടുപോകണേ. പിന്നെ ചിലപ്പോൾ തോന്നിയാൽ കുറച്ച് കക്ക കൊണ്ടുപോകും, കാരണം അത്യാവശ്യമുണ്ട്. നമ്മളെല്ലാം ഇത് ഇത്രയും മീൻ കണ്ടിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണോ തിന്നണേന്നൊന്നും വിചാരിക്കണം കേട്ടോ. നമ്മളിതൊക്കെ ഒരു 1/2 കിലോ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അധികം കാശൊന്നും അങ്ങനെ ആയിട്ടില്ല. ഇതിന് മാത്രമാണ് ഇത്തിരി വില കൂടുതലുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം റീസണബിളായിട്ട് കിട്ടിയതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ബൾക്കായിട്ട് മീൻ മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ വരാപ്പുഴ പോയിട്ട് തന്നെ മേടിക്കാറ്. അപ്പം അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ചും കിട്ടും. പിന്നെ കുറച്ചുകൂടെ ഇവിടെ കിട്ടണതിനേക്കാളും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. കക്ക മാത്രം ഞാനിപ്പോൾ നന്നാക്കിയിട്ടില്ല കേട്ടോ, അതുങ്ങൾ നന്നാക്കാൻ എനിക്ക് വയ്യ. ബാക്കി എല്ലാ സാധനവും ഓൾമോസ്റ്റ് ഞാൻ നന്നാക്കി. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കുറേശ്ശെ എടുക്കും. ഇന്നിപ്പോൾ ആവശ്യത്തിന് ഇവിടെ കറി ഉള്ളത് കാരണം നമുക്കിപ്പോൾ ഈ മീനുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചിലപ്പോൾ തോന്നിയാൽ ഞാൻ കുറച്ച് കക്ക റോസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെ കണ്ടോ, നിങ്ങൾക്ക് തന്നെ തറ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫുള്ള് ചെതുമ്പലാണ്. എന്തിനാ തറയിൽ നോക്കണം? എൻ്റെ തലമുടിനാര് മുതൽ കാല് വരെ ചെതുമ്പല. ഇനി എന്നെ കുളിക്കാണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി ഇനി കറി വെക്കണ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന മറ്റേ മീനിൻ്റെ ചെതുമ്പൽ അങ്ങനെ സാധനങ്ങൾ ക്ലിയർ ചെയ്തു. അപ്പം ഞാൻ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം മീനൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രാത്രി ചോറിനുള്ള ടൈം. ഇപ്പം തന്നെ ഓൾറെഡി സമയം ഏകദേശം 10 മണി ആ ഒരു ടൈമൊക്കെ ആയി. മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ കറി വെച്ചിട്ട് വേഗം തിരിച്ചു തരാം. അപ്പോൾ അതേണ്ട മീൻകറിയൊക്കെ വെച്ചു. പിന്നെ ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു കേട്ടോ. മീൻകറി വെച്ചു, പിന്നെ ഒന്ന് തുടച്ചിട്ടു വന്നിട്ടുണ്ട്. കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കഴുകി വെച്ചു. വലിയ തുണിയൊക്കെ മെഷീനിലിട്ട് കിടക്കാനുള്ള പ്ലാൻ നോക്കുകയാണ്. അപ്പോൾ കിച്ചണൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ ഈ സ്ലാബും കൂടെ ഒന്ന് തുടച്ചിട്ടിട്ട് ഇനി ഞാനും കിടന്നുറങ്ങാൻ പോവാണ്. പതിനൊന്ന് മണിയായിട്ടോ ടൈം. 11 മണിയായപ്പോഴത്തേനും എല്ലാം ഒതുക്കി. ഇനിയിപ്പം കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കണം, ജോലിക്ക് പോകണം. ഇനി നമുക്ക് ലൈറ്റൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോണേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. മീൻകറിയൊക്കെ വെച്ചു, കണ്ടില്ലേ, ഞാൻ കാണിച്ചു തന്നില്ലേ, മീൻകറിയൊക്കെ വെച്ചു. ഇനി ഉറങ്ങാൻ പോണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.